നമ്മൾ ജോസഫ് വിജയ് തമിഴ്നാട്ടിലെ ചീഫ് മിനിസ്റ്ററായി. അതിൻ്റെ ഒരു ഓത്ത് വീഡിയോ വന്നിട്ടുണ്ട്. പ്ലസ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം കൂടെ പറയാൻ പോവുക. നമുക്കൊന്ന് നോക്കിയാലോ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു പുതിയ വ്ളോഗാണ്. നമ്മളെ അണ്ണൻ തളപതി CM ആയിട്ടുണ്ട്. തമിഴ്നാടിൻ്റെ CM ആണ് ഇപ്പോൾ തളപതി വിജയ്. ഒരു രക്ഷയില്ല. ഇന്ന് രാവിലെ ഓത്ത് പറഞ്ഞ് CM ആയി. അതിൻ്റെ അടിപൊളി സംഭാഷണങ്ങൾ ഞാൻ എന്തായാലും കുറച്ച് ഷോർട്ടുകൾ കാണിക്കാം. ലാസ്റ്റ് ആണെങ്കിലോ ഇപ്പോഴാണെങ്കിലോ ഞാൻ കാണിച്ചേക്കാം. എന്തായാലും അടിപൊളിയാണ്. ഒരു രക്ഷയില്ലാത്ത ഓത്തും കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓത്ത് ഇതിൽ കാണും. ഞാൻ എന്തായാലും ആദ്യം പറഞ്ഞിട്ട് നമുക്ക് ആ ഓത്തിൻ്റെ വീഡിയോയിലോട്ട് പോവാം. റിയാക്ഷൻ പോലെ നമുക്കൊന്ന് ചെയ്യാം. എന്തായാലും പൊളിച്ചിട്ടുണ്ട് തളപതി. ഒരു രക്ഷയില്ല. CM ആയി തമിഴ്നാടിൻ്റെ. വമ്പൻ എന്തൊക്കെ തിരിച്ചടിയിലൂടെ വന്നാലും CM ആയി. ആദ്യം 108 സീറ്റോടെ ജയിച്ചായിരുന്നു. എന്നിട്ട് ഗവർണറിനെ പോയി കണ്ടായിരുന്നു. അപ്പോഴും ഗവർണർ സമ്മതിച്ചില്ല. 118 ഭൂരിപക്ഷമെങ്കിലും വേണമെന്ന് പറഞ്ഞു. അവസാനം 5 കോൺഗ്രസ്, അതേഴ്സ് 2 വേറെ പാർട്ടികൾ എല്ലാം എടുത്ത് വിജയ് 121 സീറ്റോടെ വിജയ് കൊണ്ടുകൊടുത്തു. ഗവർണർ അങ്ങനെ അക്സെപ്റ്റ് ആക്കി. അവിടെ ഒന്നും വിജയെ തോൽപ്പിക്കാൻ പറ്റൂല എന്ന് വിജയ് തിരിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. 2 വർഷം മുമ്പ് 2024 തുടങ്ങിയ പാർട്ടിയാണ്. തുടങ്ങി അണ്ണൻ മത്സരിക്കാൻ നിന്ന് വിജയ് മത്സരിക്കാൻ നിന്നിട്ട് തളപതി ഒരു വമ്പൻ കമ്പാക്ക് തന്നെ അടിച്ച് തറയിലിട്ടിട്ട് തിരിച്ച് എല്ലാവരും തമിഴ്നാടും പിടിച്ചിരിക്കുക. 108 സീറ്റുകളാണ് ആദ്യം നിന്നിട്ട് അടിച്ചത്. ഞാൻ ആലോചിച്ച് നോക്കണം. അതിന് മുന്നേ വരെ പഠിച്ചുകൊണ്ടിരുന്ന ADMKയും DMK ആയിരുന്നു. അതിന് മുന്നേ ഇതായിക്കൊണ്ടിരുന്നത്. അവരെല്ലാം മറികടന്ന് വമ്പൻ ഭൂരിപക്ഷ സീറ്റോടെയാണ് ജയിച്ചത്. 108 സീറ്റുകൾ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇന്നായിരുന്നു CMൻ്റെ ഓത്ത് പറച്ചിൽ. അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരു വമ്പൻ കമ്പാക്ക് തന്നെയായിരുന്നു. ഒന്നും പറയാനില്ല. തളപതിയുടെ സ്റ്റോറി എപ്പോഴും എഴുതി തന്നെ ഇടണം. അത്രയ്ക്ക് താഴ്ന്നതിനാണ് സിനിമ തന്നെ ഉയർന്നിരുന്നു വന്നു. അത്ര ഫാൻ ബേസും സ്റ്റാർഡം എല്ലാം ആക്കിയെടുത്തത്. അതിനുശേഷം ഒരു പടത്തിൻ്റെ പേരിൽ അതും ഇറങ്ങാൻ പറ്റൂല. വിജയരെ എന്ത് വന്നാലും അത് ഇറങ്ങാൻ പറ്റൂല. ജനനായകൻ 9-ാം തീയതി റിലീസായിരുന്നു. അതിനെന്തോ ഇതുണ്ടെന്ന് പറഞ്ഞ് സെൻസർ ബോർഡ് അത് ഇതാക്കി എല്ലാം റദ്ദാക്കി. എന്നിട്ടും ആ പടം ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ആലോചിച്ച് നോക്കണം. അത്രയ്ക്ക് വിജയ എല്ലാവരും ടാർഗറ്റ് ചെയ്തിരുന്നു. അവസാനം വിജയ് തന്നെ ജയിക്കണമെന്ന് തന്നെയായിരുന്നു എല്ലാ ജനങ്ങളുടെ ആഗ്രഹം. അതേപോലെ തന്നെ വിജയ് ജയിച്ചിട്ടുണ്ട്. ഇന്നിതാ CM ആയി. CM എന്ന് വേണമെങ്കിൽ പറയാം. ഇനി അണ്ണൻ്റെ ഭരണമാണ് തമിഴ്നാട്. അടിപൊളിയായിട്ട് ഭരണം ചെയ്ത് തമിഴ്നാടെല്ലാം സെറ്റാവട്ടെ. എന്തായാലും പൊളിക്കട്ട്. പിന്നെ ഒരു പടം പോലും ഇറക്കാൻ സമ്മതിക്കില്ല. അത് എത്ര പ്രശ്നമായി. ഇപ്പോഴും ജനനായകൻ ഇറങ്ങിയിട്ടില്ല. ഇനി അതെല്ലാം മാറി ഇറങ്ങട്ടെ. എല്ലാം സെറ്റാവട്ടെ. തമിഴ്നാട് എല്ലാം നല്ലതായിട്ട് പോട്ടെ. നമുക്കെന്തായാലും ഒരു റിയാക്ഷൻ പോലെ ഒന്ന് ചെയ്യാം. ഓത്തിൻ്റെ ഒരു ചെറിയൊരു ഷോട്ട് പോലെ വന്നിട്ടുണ്ട്. ഞാനതൊന്ന് റിയാക്ഷൻ പോലെ ചെയ്തേക്കാം. ഓക്കെ, നമുക്കെന്തായാലും ഓത്ത് കേൾക്കാം. അടിപൊളി ഒരു ഓത്തായിരുന്നു വിജയ് പറയുന്നത്. അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അത് ഞാൻ എന്തായാലും ഓത്ത് കേൾപ്പിക്കാം. കേട്ടല്ല, ജോസഫ് വിജയ് എന്നും ഞാൻ தமிழ்நாட்டு அரசின் முதலமைச்சர் என்ற முறையில் எனது கவனத்திற்குள்ளாவதும் தெரிய வருவதுமான எந்த பொருளையும் முதலமைச்சரின் கடமைகளை நிறைவேற்ற தேவையான அளவுக்கன்றி ஒருவரிடமோ Chief Joseph Vijay takes oath and Tamil Nadu. മോനെ പൊളിച്ചിട്ടുണ്ട് കേട്ടോ. രാഹുൽ ഗാന്ധി എല്ലാവരും വന്നിട്ടുണ്ട്. സെൽഫിയൊക്കെ എടുത്തിട്ടാണ് ലാസ്റ്റ് വിട്ടത്.
പൊളി TVK wins 108 seat in divide election. ஜோசப் விஜய் எனும் நான் தமிழ்நாட்டு அரசின் முதலமைச்சர் என்ற முறையில் ബാക്കിയുണ്ട് കുറച്ചുകൂടെ. எனது கவனத்திற்குள்ளாவதும் Constitution of India is established by law. எந்த பொருளையும் Unmatched. முதலமைச்சரின் கடமைகளை உரியவாறு நிறைவேற்ற தேவையான அளவுக்கன்றி ஒருவரிடமோ பலரிடமோ நேர்முகமாகவோ மறைமுகமாகவோ அறிவிக்கவோ வெளிப்படுத்தவோ மாட்டேன் என்று Fear, bias, lies. ஆண்டவன் மீது ஆணையிட்டு உறுதிமொழிகிறேன். I will do what is best for Tamil Nadu. Oh. This is a new beginning. A new era of a real, secular, social justice starts now. Oh. പൊളിച്ചു കേട്ടാ, ഒരു രക്ഷയില്ലാത്ത ഓത്തായിപ്പ്. എന്തായാലും നമുക്ക് നോക്കാം, പിന്നെ അല്ലാതെ എന്തോ പറയാൻ. എന്തായാലും വിജയ് അവിടെ പൊളിക്കട്ട്, ഒരു അടിപൊളി ഓത്ത് തന്നെയായിരുന്നു, ഒന്നും പറയാനില്ല. നല്ലതായിട്ട് പോട്ട്. നമുക്ക് എന്തായാലും കൺഗ്രാജുലേഷൻ ചെയ്തത് വിജയരെ. ഇനി നമുക്ക് നോട്ടീസ് ചെയ്യാം തമിഴ്നാട്ടിൽ എന്താവും എന്നെല്ലാം നമുക്ക് നോക്കാം. എന്തായാലും കഷ്ടപ്പെട്ടാണ് തലപതി ഇത്രയിൽ എത്തിച്ചത്. അപ്പോൾ എന്തായാലും ഒരു നല്ലൊരു ഇത് തന്നെ ആവട്ടെ, മുന്നോട്ടും എല്ലാം നല്ലതായിട്ട് തന്നെ പോട്ട്, ഹാപ്പി ആയിട്ട് പോട്ട്. എന്താണ് ഇനി ആക്ടിങ്ങിൽ വരണമെന്നാണ് നമ്മളെല്ലാം ആഗ്രഹം. ഇനി നടക്കോ ഇല്ലെന്നൊന്നും അറിഞ്ഞുകൂടാ, ബിക്കോസ് ചീഫ് മിനിസ്റ്ററായി. ഇനിയിപ്പം അയാളുടെ ആഗ്രഹം എന്തായാലും സാധിച്ചു. ഇനിയിപ്പം നമുക്ക് മുന്നോട്ട് അറിഞ്ഞുകൂടാ. പങ്കെടുക്കാൻ കുറേ ആൾക്കാർ വന്ന്, അമ്മ അച്ഛൻ എല്ലാവരും ഉണ്ട്, പിന്നെ തൃശ പങ്കെടുത്തിട്ടുണ്ട്, എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട്. നടന്മാർ കുറേ പേര് പങ്കെടുത്തിട്ടുണ്ട്. നെഹ്റു സ്റ്റേഡിയത്തിലാണ് ഈ പരിപാടി നടക്കുന്നത്. കഴിഞ്ഞു ഇപ്പം എല്ലാം. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി ഓത്തായിരുന്നു, അടിപൊളി ഒരു പരിപാടിയായിരുന്നു. എന്തായാലും ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാടു ശ്രീ ജോസഫ് വിജയ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ അറിയും. നിങ്ങൾ വീഡിയോ കണ്ടോ ഇല്ലെന്ന് നിങ്ങൾ പറയും. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ ബെല്ലൈക്കനും കൂടെ ഓണാക്കി വെച്ചോ, എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കൂ. അടുത്തൊരു അടിപൊളി വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.